ഒരിക്കലെങ്കിലും നിങ്ങൾ ബിരിയാണി ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുള്ളൂ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കിലോ ബിരിയാണിയാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 വലിയുള്ളി നൈസായിട്ട് കട്ട് ചെയ്ത് ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ബീഫ് ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. 5 വലിയുള്ളി എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ വലിയുള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി അല്പം കൂടുതൽ വേണം. ഒരു 4 തക്കാളിയും കൂടി ഇതാ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ചതാണ് കേട്ടോ. എല്ലാം കൂടി ഒരു 3 ടീസ്പൂൺ ഉണ്ടാവും. അപ്പം പച്ചമുളക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുറയ്ക്കാം കേട്ടോ. ഇനി ഇതാക്കണം, ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ബീഫ് ഞാൻ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാണ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് കൂടെ ചേർക്കുന്നതിനും കൊണ്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ 1.5 ടീസ്പൂൺ ബീഫ് മസാലയും അതേപോലെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ബിരിയാണി മസാല ചേർത്തിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഇനി ഈ ചേർത്ത മസാലേൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ശേഷം നമുക്ക് വീണ്ടും ഇതേപോലെ നന്നായിട്ട് മസാലയായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതാ എല്ലാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിച്ച ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ആയതുകൊണ്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയം അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും ഓയിലും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു വെല്ലുള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ചോറിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം ഞാനതാ നെയ്ച്ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കുകയാണ്. കോലരിയാണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന ആ ഒരു കണക്കിനാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ കോലരി ആകുമ്പം എന്തായാലും കുറച്ചൊന്ന് വേവുള്ള അരിയാണ്. നമ്മൾ കൈമേനെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ വിസിൽ വരുന്ന ഈ ഒരു സമയം കൊണ്ട് നോക്കിയാൽ നമ്മളെ മസാല ഗ്രേവി അടിപൊളി സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയം നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയതിന് ശേഷം ലാസ്റ്റ് മാത്രം ബിരിയാണി പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറും ആ ഒരു മണവും ഒക്കെ നമ്മളതിന് കിട്ടുക കേട്ടോ. അതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ഇതാക്കുന്ന ഒരു 1/2 കപ്പ് തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മറ്റ് കട്ട പോലെ ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പം ആ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി മിക്സിയിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കുന്ന നമ്മൾ നെയ്ച്ചോറ് ഇതവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്, ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, സൂപ്പറായിട്ടില്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ കോലരിയാണ്, എന്തായാലും ഒന്ന് കുറച്ച് പച്ചയായിട്ട് തന്നെ എണീറ്റ് വരും കേട്ടോ അത്. അപ്പോൾ നല്ല സൂപ്പറായി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മസാല ദമ്മിടാം കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഞാൻ മസാല വേറൊരു പാത്രത്തിലേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മറ്റത് ചെറിയൊരു പാത്രമായിരുന്നു, മസാല ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേട്ടോ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗ്രേവി വെള്ളം നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. മറ്റേ നമ്മൾ ദം ചെയ്യുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ നമ്മളെ ചോറിലേക്ക് കയറി ചോറ് ഒരു അലിഞ്ഞ പോലെ ആവും കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം പിന്നെ നമ്മളെ ബിരിയാണി ദം ചെയ്യാനുള്ള ഉള്ളിയൊക്കെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ദം ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മസാല ചൂടാറിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഞാനതൊന്ന് ആദ്യം ഒന്ന് ചൂടാക്കുന്നുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവി വരാൻ സുഖമാണല്ലോ. അപ്പോൾ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ഗ്രേവിയൊക്കെ. ഇനി നമുക്കിത് ദം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വായൻ്റെ ഇല വെച്ച് കൊടുക്കുകയാണ്. നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഇതേപോലെ വെച്ചൊന്ന് കത്തി കൊണ്ടൊന്ന് കുത്തി കൊടുക്കുകയാണ് കേട്ടോ, ആവിയൊക്കെ ഒന്ന് ചോറിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ ഒരു കുക്കറിൻ്റെ പകുതി ഭാഗം ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് പകുതി ചോറ് ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ഉള്ളി ഉണ്ടല്ലോ ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് മല്ലിയിലയും അതേപോലെ കറിവേപ്പിലയും കുറച്ച് ബിരിയാണി പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള ഉള്ളി ഫ്രൈ ചെയ്തതും ബിരിയാണി പൊടിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒരല്പം നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതേപോലെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതാക്കുന്ന നമ്മളെ ബിരിയാണി ഞാൻ ദമ്മ് പൊട്ടിക്കുകയാണ്. ഞാൻ നേരത്തെ മസാല ഉണ്ടാക്കിയ ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടി ഇടുന്നത്. അപ്പോൾ ഒരു മസാല വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റും അടിപൊളി സ്മെല്ലുള്ള ഒരു അടിപൊളി ബിരിയാണി തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ മസാലപ്പൊടി ഉണ്ടല്ലോ, ബിരിയാണി മസാല ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രുചി മണക്ക നമ്മൾ ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ അതാ എല്ലാം ഞാനിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ള കളറിലുള്ള ഒരു വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുമായിട്ട് മസാലയായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലൻ്റെ മുകളിൽ ചോറിൻ്റെ അടിയിലായിട്ട് വാഴൻ്റെ ഇല വിരിച്ചതിനെ കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ അതെ ഞാനിത് ഈ ലാസ്റ്റ് കുറച്ച് ചോറുണ്ടല്ലോ, അത് നമ്മൾ ഈ ഇതേപോലെ മസാലയിലേക്ക് തന്നെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ മിക്സ് ആക്കുക. അപ്പോഴാണ് ഈ ഒരു മസാല ശരിക്കും ബിരിയാണി മസാലൻ്റെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരിക കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതാ കൂടെ പപ്പടവും ചമ്മന്തിയും തൈരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.